ലാവണ്യ മാഡം, ലാവണ്യ മാഡം, ഈ കുട്ടിയുടെ പേര് വിജയലക്ഷ്മി. തേക്കടിന്ന് വന്നിരിക്കല്ലേ? നമ്മുടെ കടയിൽ പുതിയതായിട്ട് വന്ന സ്റ്റാഫാ. പാവം ഭർത്താവ് വിട്ടിട്ട് പോയെന്നാ തോന്നുന്നത്. ഒരു പെൺകുട്ടിയായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ തേക്കടിയിലുള്ള വലിയ മുതലാളിയില്ലേ, അദ്ദേഹം പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാ. വളരെ നല്ല സ്വഭാവ. നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഫ്രണ്ട്സ് ആയിക്കോ. മാഡം, 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 എന്ത് രണ്ടുപേരും സംസാരിക്കാതെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? ഇനി വേറെ വല്ല പ്രശ്നം ഉണ്ടായിരിക്കോ? ശരി, നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേ. എനിക്ക് ഗോഡൌണിൽ കുറച്ച് ജോലിയുണ്ട്, ഞാൻ പോയിട്ട് പിന്നെ വരാം. എന്നാൽ എന്താ ഇതൊന്നും മനസ്സിലാവുന്നില്ല, എന്തോ പ്രശ്നമുണ്ടല്ലോ. സന്തോഷ്, മാഡം കുറച്ച് വെള്ളം ഇങ്ങെടുത്ത്. ശരി മാഡം. നീ ഇപ്പോഴും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടോ? അപമാനം താങ്ങാനാവാതെ നീ ജീവൻ ഒടുക്കിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതിയേ. അതെങ്ങനെയാ? നിനക്ക് അല്പമെങ്കിലും നാണോ മാനോ ഉണ്ടായിട്ട് വേണ്ടേ? എന്ത് ധൈര്യത്തിലടി നീ ഇങ്ങോട്ട് കയറി വന്നേ? പഴയ കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ല. എല്ലാം എന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുക. ഈ നാട്ടിലെങ്ങും നിനക്ക് വേറെ കടയെ കിട്ടിയില്ലേ? ഞാൻ ഈ കടയിൽ ജോലി ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ടല്ലേ എന്നെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വലിഞ്ഞേറി വന്നേ? നിന്നെ ഇനി കാണരുതെന്ന് കരുതി ഞാനും നിന്റെ ചേട്ടനും എന്റെ ഭർത്താവും വിചാരിച്ചുകൊണ്ടിരുന്നതാ. എന്നിട്ട് എന്റെ മുന്നിൽ തന്നെ വന്നല്ലോ നീ. ഞങ്ങൾ താമസിക്കുന്ന നാട്ടില് നീ ഉണ്ടാവാനേ പാടില്ല. അങ്ങനെയുള്ളപ്പോ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നീ ജോലിക്ക് വന്നാ നിന്നെ ഞാൻ വെറുതെ വിടുവോ? നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കുന്നത് എങ്ങനെയാന്ന് നീ കണ്ടോ? പറഞ്ഞു കഴിഞ്ഞോ? അതല്ല, ഇനിയും പറയാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? അല്ല, ഞാൻ ഇവിടെ വരണോ വരണ്ടയോ എന്ന് പറയാൻ നിങ്ങൾ ആരാ? നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ ജോലിയിൽ ജോയിൻ ചെയ്യില്ലായിരുന്നു. എന്ന് വെച്ച് എനിക്ക് കിട്ടിയ ജോലി ഞാൻ വിട്ടിട്ട് പോവാനും പോകുന്നില്ല. നിങ്ങൾ എന്നെ മാറ്റി നിർത്തിയത് നിങ്ങളുടെ തോന്നല. എന്നാ ഞാൻ സ്വയം മാറി നിൽക്കുന്നതാ സത്യം. എന്താ പറഞ്ഞ്? ഈ ജോലി നിന്നെ അടിച്ചോടിക്കുമെന്നോ? അതും നോക്കാം. ഏയ്, എന്താടി ഭയങ്കര ഓവറായിട്ട് സംസാരിക്കുന്നേ? ലാവണ്യ മാഡം, മാഡത്തെ കാണാൻ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അവിടെ വെയിറ്റ് ചെയ്യാണ്, ഒന്ന് വരാമോ മാഡം? നിനക്കുള്ളത് ഞാൻ പിന്നീട് തന്നോളാം. സന്തോഷ് മാധവ. മാഡം, എന്താ മാഡം? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. അതെ, ഇതൊന്നും ഇവിടെ വെച്ചിട്ട് വന്നേക്കാം. ഇങ്ങോട്ട് വരാൻ. പറഞ്ഞോളൂ മാഡം. ഇവിടെ അല്ലാതെ വേറെ ആരും കിട്ടിയില്ലേ നിനക്ക്? ആരുടെ കാര്യ? ഒരൊറ്റ ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ആ വിജയെ പറ്റി പറഞ്ഞേ. എന്താ അവളുടെ കുഴപ്പം? എന്താ? അവളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ലെന്നോ? അപ്പോ നിങ്ങൾക്ക് അവൾ ഇതിനു മുൻപേ അറിയുമെന്നാണോ? അറിയും. അതെന്തായാലും വളരെ സന്തോഷമുള്ള ഒരു കാര്യം. എന്ത്? എങ്ങനെ അറിയാമെന്ന് ചോദിക്കാൻ വന്നതാ. മുമ്പ് അവൾ ആരായിരുന്നെന്ന് അറിയോ? മുൻപ് എനിക്ക് ആരാണെന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ കടയിലെ ഒരു സ്റ്റാഫാണ്. മണ്ടത്തരം വിളിച്ച് പറയാതെ. അവള് വേറെ ആരുമല്ല, എന്റെ ഭർത്താവ് ശ്രീധർ ഇല്ലേ, അദ്ദേഹത്തിന്റെ കൂടെ പിറന്ന അനിയത്തിയാ. അപ്പൊ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആണല്ലോ. എന്താണ്? ഒന്നുമില്ല മാഡം, ചുമ്മാ.
ഞങ്ങളുടെ കുടുംബത്തിനുണ്ടാക്കിയ അപമാനം കൊണ്ട് അവളെ പുറത്താക്കിയതാ. എന്തിന്? ആ കുട്ടിയെ കണ്ടിട്ട് വളരെ നല്ലൊരു പെണ്ണായിട്ടാ എനിക്ക് തോന്നി. നിനക്കങ്ങനെ നന്നായിട്ട് തോന്നുവാണെങ്കിൽ അങ്ങ് കെട്ടിക്കും. അതെനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് അപമാനം ഉണ്ടാക്കിയതാ അവള്. മനസ്സിലായില്ല മാഡം. അവളൊരു പണക്കാരൻ ചെക്കനെ സ്നേഹിച്ച് നാട് വിട്ട് വീട്ടുകാരറിയാതെ കല്യാണം കഴിച്ചു പോയതാ. ഒരു കൊച്ചിനെ ഉണ്ടാക്കി ഇപ്പൊ അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് തിരിച്ചു വന്നിരിക്കുക. അപ്പൊ പിരിഞ്ഞു നിക്കല്ലേ?